ഇത് കേവലം ഒരു രാഷ്ട്രീയ സമ്മേളനമായിരുന്നില്ല, ഒരു പരസ്യമായ രാഷ്ട്രീയ കശാപ്പായിരുന്നു. കൊച്ചിയിലെ മനോഹരമായ വേദിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തി കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ തേപ്പ് അരങ്ങേറി. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, കെ. സുധാകരൻ എന്ന KPCC പ്രസിഡന്റ്, രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവ്, ശശി തരൂർ എന്ന ആഗോള പ്രതിഭ. കേരളത്തിലെ കോൺഗ്രസിന്റെ 4 തൂണുകളെ ഒരൊറ്റ ദിവസം കൊണ്ട് സീറോ ആക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ സാധിച്ചു? ഇന്ത്യ മുന്നണിയുടെ കരുത്ത് കാട്ടാൻ വന്ന രാഹുൽ സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനാണോ ശ്രമിച്ചത്? അതോ KC വേണുഗോപാൽ എന്ന തന്റെ വിശ്വസ്തന് വേണ്ടി മുഖ്യമന്ത്രി കസേര റിസർവ് ചെയ്യാനുള്ള മാസ്റ്റർ പ്ലാൻ ആയിരുന്നോ ഇത്? കിളിപോയി നിൽക്കുന്ന VD-യും കസേര നഷ്ടപ്പെട്ട KS-ഉം അവഗണിക്കപ്പെട്ട ST-യും കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കത്താൻ പോകുന്ന ഈ വലിയ ഗൂഢാലോചനയുടെ ഉള്ളറകൾ നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം കേരള കോൺഗ്രസിന്റെ ഭാവി ഈ നിമിഷം മാറി മറിയുകയാണ്. നമുക്ക് ആദ്യം V.D. സതീശനിൽ നിന്നും തുടങ്ങാം. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തുന്ന ബുദ്ധി രാക്ഷസനായ പ്രതിപക്ഷ നേതാവായിട്ടാണ് V.D. സതീശൻ അറിയപ്പെടുന്നത്. സതീശൻ വിചാരിച്ചത് താനാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്ന്. എന്നാൽ കൊച്ചിയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് അപ്രതീക്ഷിത പ്രഹരമായിരുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരേ വാഹനത്തിൽ വേദിയിലേക്ക് പോകാൻ എത്തിയ സതീശനോട് മറ്റൊരു വാഹനത്തിൽ വന്നോളൂ എന്ന് രാഹുലിന്റെ ക്യാമ്പ് നിർദ്ദേശിക്കുന്നു. പാർലമെന്ററി പാർട്ടി നേതാവിനെ, ഭാവി മുഖ്യമന്ത്രിയെ പലരും കാണുന്ന ഒരാളെ അണികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തടഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? ഇത് വെറുമൊരു സാങ്കേതിക പിശകല്ല, നീ എന്റെ കൂടെ ഇരിക്കാൻ മാത്രം വളർന്നിട്ടില്ല മോനെ എന്ന കൃത്യമായ സന്ദേശമാണ് അവിടെ നൽകിയത്. സതീശൻ ക്യാമ്പ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. വീഡിയോയുടെ കിളി പോയ അവസ്ഥയാണ് ഇപ്പോൾ. അടുത്തിര കെ. സുധാകരനാണ്. ആവേശമുള്ള അണികളുടെ കേസ്. KPCC-യുടെ അധ്യക്ഷൻ, കോൺഗ്രസ് പ്രോട്ടോകോൾ അനുസരിച്ച് KPCC പ്രസിഡന്റാണ് കേരളത്തിലെ പാർട്ടിയുടെ രാജാവ്. എന്നാൽ കൊച്ചിയിൽ കണ്ടത് ദയനീയമായ കാഴ്ചയാണ്. വേദിയിലിരുന്ന സുധാകരനെ രാഹുൽ ഗാന്ധി നേരിട്ട് കസേരയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നു. ഒരു മുതിർന്ന നേതാവിനോട്, അതും സ്വന്തം പാർട്ടി അധ്യക്ഷനോട്, ഒരു ദേശീയ നേതാവ് കാണിക്കേണ്ട മര്യാദയാണോ ഇത്? സംഘടനാ ശാക്തീകരണം എന്ന് പറയുന്ന രാഹുൽ സംഘടനയുടെ തലവനെ അപമാനിക്കുകയാണ് ചെയ്തത്. സുധാകരന്റെ വിശ്വസ്തരായ കണ്ണൂരിലെ പ്രവർത്തകർ ഇപ്പോൾ പുകയുകയാണ്. സുധാകരനെ നിഷ്പ്രഭനാക്കി തന്റെ വിശ്വസ്തർക്ക് മാത്രം പ്രാധാന്യം നൽകാനുള്ള രാഹുലിന്റെ ഈ ഒരു പപ്പുമോൻ സ്റ്റൈൽ ഇവിടെ വ്യക്തമാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ജനപ്രീതിയുടെ കാര്യത്തിൽ ഇന്നും ശശി തരൂർ തന്നെയാണ് ഒന്നാമൻ. തരൂരിനെ കാണാൻ എത്തുന്ന ജനസാഗരം ഹൈക്കമാൻഡിനെ എന്നും ഭയപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിനെ ഒതുക്കാൻ ഒരു ഡിജിറ്റൽ കട്ടിംഗ് തന്നെയാണ് ഇവിടെ നടത്തിയത്. അതായത് രാഹുൽ ഗാന്ധി എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തരൂരിനെ കൊണ്ട് പ്രസംഗിപ്പിച്ച് തീർത്തു. എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ചേതോവികാരം? രാഹുൽ ഇരിക്കുമ്പോൾ തരൂർ പ്രസംഗിച്ചാൽ കിട്ടുന്ന സ്റ്റാൻഡിംഗ് ഓവേഷൻ രാഹുലിന് താങ്ങാൻ കഴിയില്ല. പപ്പുമോന്റെ ജനപ്രീതിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട ഒന്നുമില്ലല്ലോ. ഇതിലും വലിയ തമാശ മറ്റൊന്നാണ്. രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ 19ഓളം നേതാക്കളുടെ പേര് പറഞ്ഞു. പക്ഷേ ശശി തരൂർ എന്ന പേര് അദ്ദേഹം ബോധപൂർവം മറന്നു. തരൂർ ഇപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. പക്വതയില്ലാത്തൊരു കുട്ടിക്കളിയായിട്ടാണ് തരൂർ ക്യാമ്പ് രാഹുലിന്റെ ഈ ഒരു നീക്കത്തെ കാണുന്നത്. രമേശ് ചെന്നിത്തലയിലേക്ക് വന്നാല്, കേരളത്തിലെ കോൺഗ്രസിന്റെ പടക്കുതിര അദ്ദേഹത്തെ എങ്ങനെയാണ് ഒതുക്കിയത്? പ്രസംഗിക്കാൻ വിളിച്ച ക്രമത്തിലാണ് ചതി നടന്നത്. UDF കൺവീനർക്കും താഴെ ഒരു ജൂനിയർ നേതാവിനെ പോലെ ചെന്നിത്തലയെ പരിഗണിച്ചു. ചെന്നിത്തലയുടെ സീനിയോറിറ്റിയെയും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിനെയും ഒക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെറും ഒരു നോക്കുകുത്തിയാക്കി മാറ്റി. RC എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അണികൾ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ, എന്തിനായിരുന്നു ഈ ക്രൂരത? ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മുന്നണി നയിക്കുന്ന രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ കുറിച്ച് വാചാലാകാറുണ്ട്. എന്നാൽ കേരളത്തിൽ അദ്ദേഹം കാണിച്ചത് എന്ത് തരം ജനാധിപത്യമാണ്? പിന്നെ പപ്പുമോന്റെ വിവരമില്ലായ്മ നമുക്കൊരു വിഷയമല്ല. മോദിയെ പരിഹസിച്ച് അദ്ദേഹം എന്നും എയറിലാണ്. മോദിക്ക് മുന്നിൽ ഒന്ന് തലയുയർത്തി അല്ലെങ്കിൽ നെഞ്ചുവിരിച്ച് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് പപ്പുമോൻ. എന്തായാലും സ്വന്തം പാർട്ടിയിലെ കരുത്തരായ 4 നേതാക്കളെ പരസ്യമായി അപമാനിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകുന്നത്? കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഒരു കാര്യം മാത്രമാണ്, BJP നേരിടുന്നതിനേക്കാൾ രാഹുലിന് താല്പര്യം തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ ഭരണത്തിലേറ്റാനാണ്. ഇത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കാനിടയുള്ള നീക്കമാണ്. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വിഡ്ഢിയായി പോകും അല്ലെ. കേരളത്തിലെ ഈ ഗ്രൂപ്പ് കളി ദേശീയ തലത്തിൽ കോൺഗ്രസിന് നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരാം. എന്തിനായിരുന്നു ഈ 4 പേരെയും ഒതുക്കിയത്? ഉത്തരം ഒന്ന് മാത്രം, KC വേണുഗോപാൽ. ഡൽഹിയിൽ രാഹുലിന്റെ നിഴലായി നടക്കുന്ന KCയെ, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവരോധിക്കാനുള്ള കൃത്യമായ തിരക്കഥയായിരുന്നു ഈ മഹാപഞ്ചായത്ത്. അതായത് മൂടുതാങ്ങി നടക്കുന്ന KCയോടാണ് പ്രിയം. കേരളത്തിലെ ശക്തരായ ഗ്രൂപ്പ് നേതാക്കളെ ഒതുക്കിയാലേ KCക്ക് ഇവിടെ വേരോട്ടം ഉണ്ടാകാൻ കഴിയുള്ളൂ. ഇതാണ് ഹൈക്കമാൻഡിന്റെ കരുതൽ. അതുകൊണ്ട് തന്നെ ഇതൊരു മഹാപഞ്ചായത്തല്ല, മറിച്ച് KC വേണുഗോപാലിന്റെ അനൌദ്യോഗിക കിരീടധാരണ ചടങ്ങായിരുന്നു. അധികാരം കിട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ കസേരയ്ക്ക് വേണ്ടി തല്ലുകൂടുന്ന ഈ UDF ശൈലി കേരളത്തിലെ വോട്ടർമാരെ ചിന്തിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് ഒരു അഡാർ ഐറ്റം തന്നെയായിരുന്നു.
വരുന്നു, എല്ലാവരെയും നോക്കി ചിരിക്കുന്നു, എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ തേപ്പ് കൊടുത്ത് തിരിച്ചു പോകുന്നു. മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടന്ന സതീശനും ചെന്നിത്തലയ്ക്കും ഇപ്പോ കഞ്ഞി കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാകും. കാരണം തൊണ്ടയിൽ നിന്നും ഒന്നും ഇറങ്ങുന്നില്ല. കിളി പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇലക്ഷനിൽ ജയിച്ച് വന്നിട്ടല്ലേ മക്കളെ മുഖ്യമന്ത്രി ആകേണ്ടത്? അതിനു മുമ്പ് തന്നെ പരസ്പരം കാലുവാരിയും പരസ്യമായി അപമാനിച്ചും കോൺഗ്രസ് കാണിക്കുന്നത് വെറും കോമഡി ആയിട്ടാണ് സാധാരണക്കാർക്ക് തോന്നുന്നത്. ഉള്ള വിലയും കളഞ്ഞു കുടിക്കുക. പപ്പുമോന്റെ ഗൂഢതന്ത്രങ്ങൾ പാളുമോ, അതോ കേരളം ഇനി KC വേണുഗോപാലിന്റെ കൈകളിലേക്ക് പോകുമോ? സുഹൃത്തുക്കളെ, കൊച്ചിയിലെ ഈ മഹാപഞ്ചായത്ത് വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നത് തീർച്ചയാണ്. ശശി തരൂർ കടുത്ത നിലപാടെടുത്താൽ അത് പാർട്ടിയെ അടിമുടി ഉലയ്ക്കും. ഇപ്പോൾ ഒന്ന് ഒതുങ്ങി വരുന്നല്ലേ ഉള്ളൂ. VD സതീശനും സുധാകരനും ഇത്രയും വലിയ അപമാനം സഹിക്കാൻ സാധിക്കുമോ? അതിനുള്ള ഉത്തരം ഇല്ലേ ഇല്ല എന്നാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ അധികാര കൊതിയും ഗ്രൂപ്പുകളിയൊക്കെ കാണുന്നുണ്ട്. നിയമസഭാ ഇലക്ഷനിൽ ഇത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്. സ്വന്തം തറവാട്ടിലെ 4 നേതാക്കളെ ഒതുക്കം കാണിച്ച ഈ ഒരു ബുദ്ധി എന്തുകൊണ്ട് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഉപകരിക്കുന്നില്ല? കാരണം വിഡ്ഢിത്തം. രാഷ്ട്രീയ നിരീക്ഷകർ പലപ്പോഴും പരിഹാസ രൂപേണ വിളിക്കുന്ന പപ്പുമോൻ എന്ന വിളിപ്പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളും. ഇത് മാത്രമല്ല, ഏതെടുത്ത് നോക്കിയാലും ഉത്തരം അതേ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണം 10 വർഷത്തിലേറെയായി കോൺഗ്രസിന് അന്യമായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പക്വതയില്ലാത്ത രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ്. അതെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പോലെയുള്ള അതിശക്തരായ എതിരാളികൾ മുന്നിൽ നിൽക്കുമ്പോൾ അവരെ നേരിടാൻ തന്ത്രങ്ങൾ മെനയുന്നതിന് പകരം സ്വന്തം പാർട്ടിക്കുള്ളിലെ കരുത്തരായ നേതാക്കളെയൊക്കെ ചിറകരിയിൽ അല്ലെങ്കിൽ അവരെ വെട്ടിമാറ്റാനാണ് നോക്കുന്നത്. അമരീന്ദർ സിംഗിനെ പഞ്ചാബിൽ ഒതുക്കിയതുപോലെ ജ്യോതിരാദിത്യ സിന്ധ്യയെയും ഹിമന്ത ബിശ്വ ശർമ്മയെയും ഒക്കെ പോലെയുള്ള യുവ തുർക്കികളെ പുറത്തേക്ക് അയച്ചതുപോലെ ഇപ്പോ കേരളത്തിലെ 4 സിംഹങ്ങളെ മെരിക്കാൻ നോക്കുന്നത് വഴി കോൺഗ്രസിന്റെ കുഴി തോണ്ടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കേരളത്തിലും ഈ കനൽ കെടാൻ പോകുന്നു എന്ന് സാരം. കേന്ദ്രം ഭരിക്കാൻ ലഭിച്ച സുവർണ അവസരങ്ങൾ ഓരോന്നായി കളഞ്ഞു കുടിച്ച നേതൃത്വമാണ് രാഹുലിന്റേത്. രാഹുലിന്റെ മാത്രം കയ്യിൽപ്പാടെ അത്. അമേഠി എന്ന സ്വന്തം കോട്ട പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വിള്ളലുണ്ടാക്കി KC വേണുഗോപാലിന് വേണ്ടി ചരട് വലിക്കുന്നത് രാഷ്ട്രീയ ആത്മഹത്യയാണ്. കുറ്റിച്ചെല്ല് പോലും നിർത്തിയാലും ജയിക്കുന്ന വയനാട്ടിലൊക്കെയാണ് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുള്ളൂ. എന്നാലും KC നൽകുന്ന ഉപദേശങ്ങൾ കേട്ട് കേരളത്തിലെ മണ്ണറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാക്കളെ അപമാനിക്കുന്നത് വഴി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിക്കാനിടയുള്ള വിജയ സാധ്യതകളാണ് ഇല്ലാതാക്കുന്നത്. ജനപിന്തുണയുള്ള ശശി തരൂരിനെയും VD സതീശിനെയും പോലെയുള്ളവരെ തഴഞ്ഞ് വെറും ഒരു നോമിനിയെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കുന്ന പപ്പുമോൻ തന്ത്രം കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നത് ഒരു പച്ചയായ സത്യമാണ്. ഇന്ത്യ എന്ന രാജ്യം കൈവിട്ടു പോയിട്ടും ഹിന്ദി ഹൃദയ ഭൂമിയിൽ പാർട്ടിയുടെ വിലാസം പോലും ഇല്ലാതായിട്ടും ഈ പപ്പുമോൻ കളി തുടരുന്നത് കോൺഗ്രസിനെ നാശത്തിലേക്കേ എത്തിക്കൂ. കൊച്ചിയിൽ കണ്ടത് വെറും ഒരു ഈഗോയുടെ പ്രദർശനമായിരുന്നു. ആ ഈഗോയ്ക്ക് കേരളത്തിലെ കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരും. അധികാരം സ്വപ്നം കണ്ട് കസേരയ്ക്ക് വേണ്ടി തല്ലുകൂടാൻ നേതൃത്വം തന്നെ വഴിമരുന്നിടുമ്പോ പാവം പ്രവർത്തകർ ഇനി ആരോട് പരാതി പറയും? കോൺഗ്രസിന് ഈ ഒരു നാണം കെട്ട രാഷ്ട്രീയം, അതായത് ഡൽഹിയിൽ ഓർഡർ ചെയ്ത് കേരളത്തിൽ മുഖ്യമന്ത്രി എത്തിക്കുന്ന ഈ ഒരു രീതി കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അംഗീകരിച്ച് തരുമോ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിൽ ജനങ്ങൾ വിഡ്ഢികളല്ല. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.